ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ടൈമിൽ കാണിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ചെറിയൊരു സയൻസ് വരുമ്പോൾ തന്നെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. സ്ട്രോക്കിനൊക്കെ ആദ്യത്തെ ഒരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ഇഞ്ചക്ഷൻസ് ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അസുഖമായ ആൾ നമ്മൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാർ പല അനുഭവങ്ങളാണ് പറയാം. എനിക്ക് ഇതേ അസുഖം ഉണ്ടായപ്പോൾ മറ്റാളെ കാണിച്ചു, അല്ലെങ്കിൽ ഇന്നത് കഴിച്ചപ്പോഴും ഇതായത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഷുഗർ കുറക്കാൻ വേണ്ടിയിട്ട് ഇന്ന ജ്യൂസ് കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറേ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോവാതെ തന്നെ ഓരോ വ്യക്തികൾക്കും ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടാകും. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടർ എന്താ പറയുന്നത് ആ ഓർഡറിനനുസരിച്ച് പോവുക എന്നുള്ളതാണ്. പലരും പല രീതി പറയുമ്പോൾ നമ്മൾ അതിലേക്ക് പോവാതെ നമ്മുടെ ഡോക്ടർ എന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളത്. നമ്മളിപ്പോൾ എന്തിനും പറയുമ്പോൾ പറയും സമയത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ സമയത്തിനായിട്ട് വാല്യൂ കൊടുക്കേണ്ടത് ഹെൽത്തിനാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു പെയിൻ വന്നു, ആ പെയിന് നമുക്കിപ്പോൾ ഒരു കല്യാണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കാന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വലിയൊരു വേസ്റ്റ് രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അപ്പോൾ ചെറിയൊരു പെയിൻ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ ഒരു സ്ട്രോക്കിന്റെ സൈഡിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കടച്ചിലൊക്കെ തോന്നിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കല്യാണം ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ടൈമിന് ഇതിപ്പോൾ അവിടെ ഞാൻ പോയിട്ടില്ലെങ്കിൽ ഇതാവുന്ന വെച്ചിട്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാവുക എന്ന് വെച്ചാൽ നമുക്ക് ആ കല്യാണം പങ്കെടുക്കുന്ന ഇടയിൽ തന്നെ നമുക്ക് സ്ട്രോക്കിന്റെ വലിയ ലക്ഷങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, സമയത്തിനായിട്ടും എല്ലാത്തിനായിട്ടും ഇമ്പോർട്ടന്റ് ഹെൽത്തിനാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഹെൽത്തിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് തന്നെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്.